ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണ്. പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാണ് ഇസ്ലാം എന്ന മതം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ് ഇസ്ലാം എന്നത്. അതിൽ പരിപൂർണത പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും തിരുത്തപ്പെടേണ്ടതോ ഇല്ലാത്ത വിധം പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നതും അതിന്റെ പൂർണത പ്രാപിക്കുന്നതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം അല്ലാത്ത ഒരു മതവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകാൻ പോകുന്നില്ല. കാരണം മതം തീരുമാനിക്കേണ്ടത് മനുഷ്യനെയും മനുഷ്യനാവശ്യമായ ഈ ലോകത്തെ ആകമാനവും സൃഷ്ടിച്ച സൃഷ്ടാവാണ്. ആ അള്ളാഹു തീരുമാനിച്ച മതം, ആ മതമാകുന്നത് അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തയിടത്ത് നിൽക്കുമ്പോഴാണ്. അതിൽ തിരുത്തലുകളോ മാറ്റലുകളോ വരുത്തുന്ന സമയത്ത് അത് അള്ളാഹുവിന്റെ മതം അല്ലാതായി തീരുന്നു. അങ്ങനെ ഒരു മതം എന്നത് സ്വീകാര്യമല്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ അസ്വീകാര്യമാണ്. അതും മനുഷ്യന്റെ അടുക്കലും അത് സ്വീകാര്യമാകാൻ പാടില്ല. ഇതാണ് മതത്തെ കുറിച്ച് പ്രാഥമികമായി നാം മനസ്സിലാക്കുന്നത്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ച ഈ മതത്തിൽ എപ്പോഴും നാം സ്വീകരിക്കേണ്ട ഒരു സമീപന രീതി, ആ മതം മനസ്സിലാക്കുന്നിടത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു സമീപന രീതി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. പരിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതാണ് ശരിയായ മാർഗം. പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ സ്വാഭാവികമായും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത വിഭാഗങ്ങളും രൂപപ്പെടുക സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യന് ചിന്തയും മനുഷ്യനിലെ ആ ചിന്താശേഷിയാണ്, അഭിപ്രായ പ്രകടനത്തിനുള്ള മനുഷ്യന്റെ കഴിവാണ് അതിന്റെ പ്രധാന കാരണം. അഭിപ്രായ പ്രകടനങ്ങളുടെ വിഷയത്തിൽ, കാഴ്ചപ്പാടുകളുടെ വിഷയത്തിൽ മനുഷ്യൻ പലപ്പോഴും സ്വയം ചിന്തിക്കുന്ന സമയത്ത് പൂർണ്ണതയിലെത്തുന്നതിന്റെ മുമ്പ്, ശരിയിലെത്തുന്നതിന്റെ മുമ്പ് പലപ്പോഴും പിഴവുകൾ വരാം. ഈ പിഴവുകൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന സമയത്ത് അത് ഇസ്ലാമിലെ തെറ്റായ ഒരു രീതിയായി, തെറ്റായ ഒരു ഭാഗമായി അത് മാറും. അതുകൊണ്ട് തന്നെ ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു അവിടെ ഒരു പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സിറാത്തുൽ മുസ്തഖീം, ശരിയായ പാത ഏതാണ്? അല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് അത് എന്ന് സൂചിപ്പിച്ചു. അതേസമയത്ത് ഏതാകരുത്? അള്ളാഹുവിന്റെ കോപമുള്ളവരോ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറിച്ചലിച്ചവരോ ആകരുത്. ഇതാണ് മാനദണ്ഡം. ഇവിടെ പ്രയോഗിച്ച പദപ്രയോഗം വളരെയേറെ ശ്രദ്ധേയമാണ്. കാരണം ഈ ആശയങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹു വെച്ച മാർഗം ഒരു ലീഡർഷിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു മോഡലിങ്ങിലൂടെയാണ്. മോഡലിങ്ങിൽ ആര് വരണം? അതില് സ്വാലിഹീങ്ങള് അല്ലെങ്കിൽ നല്ലവർ, അവരെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു മാർഗ രീതി മാത്രമേ മനുഷ്യന് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് പിഴച്ചു പോകും. അതുകൊണ്ട് തന്നെ ഏതാണ് ശരിയായ മാർഗം എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു സ്വീകരിച്ച മാനദണ്ഡം അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാനദണ്ഡം, അള്ളാഹു കോപിച്ചവരുടെ മാർഗമാകരുത്, പിഴച്ചവരുടെ മാർഗമാകരുത്. അപ്പോ ഒരാദർശം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതിൽ ശരിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നാം സ്വീകരിക്കേണ്ട മാർഗം നല്ലവരുടെ മാർഗമായിരിക്കണമെന്നാണ്. ഈ നല്ലവരാരാണ് എന്നപ്പോ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും. ഞാനിപ്പോ ഓതിക്കേൾപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണെങ്കിൽ സൂറത്തുൻ നിസായിലെ 69 ആയത്ത് നമുക്ക് കാണാം. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവർ. അപ്പോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവർ എന്ന് പറഞ്ഞിട്ട്
ആ കൂട്ടരെ കുറിച്ച് പറഞ്ഞു ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് അവർ. ആരാണ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുദ്ദീഖീങ്ങൾ എന്ന പ്രയോഗം ഔലിയാക്കൾ, ശുഹദാ, സ്വാലിഹീങ്ങൾ, സച്ചരിതരായ പണ്ഡിതന്മാർ, ഇൽമുള്ളവർ, ഇവരുടെ വഴിയാണ്, ഇവർ നല്ല കൂട്ടരാണ്. ഇവരിലൂടെ സ്വീകരിക്കുന്നതാണ് ഖുർആൻ സുന്നത്തിന്റെ മാർഗം, ഇവരിലൂടെ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിലെ ശരിയായ മാർഗം എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അപ്പോ ഖുർആനിനെയും സുന്നത്തിനെയും അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സ്വീകരിക്കേണ്ട രീതി ഈ സ്വാലിഹീങ്ങളെ സ്വീകരിക്കുക, മഹാന്മാരെ സ്വീകരിക്കുക, അവരുടെ വഴിയിൽ നടക്കുക എന്നതാണ് ഇതിലെ ശരിയായ മാർഗം. ഇവരെ അവഗണിച്ചുകൊണ്ട് നേരെ പ്രമാണത്തിലേക്ക് കടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ അത് പിഴക്കാനുള്ള വഴിയാണ്, അത് തെറ്റിപ്പോകാനുള്ള വഴിയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണത്. നേരെ പ്രമാണത്തെ അഥവാ മഹാന്മാരെ അവഗണിച്ച്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അവരെ അവഗണിച്ചുകൊണ്ട് മതത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകാൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരിയായ മാർഗം അല്ലാതാകാനുള്ള ഒരു വഴിയാണ്. ഇതാണ് ഈ പ്രമാണം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ, പ്രമാണം സ്വീകരിക്കാൻ, ഇസ്ലാമിന്റെ ശരിയായ വഴി സ്വീകരിക്കാനുള്ള മാർഗം ഏതാണ്? അത് ഔലിയാക്കളായ, അമ്പിയാക്കളായ, സ്വാലിഹീങ്ങളായ, ഇമാമിങ്ങളായ മഹാന്മാരെ പിന്തുടരലാണ്, അവരുടെ കൂടെ ആകലാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന ബനി ഇസ്രാഈല തഫറഖത്ത് അലാ സിൻതൈനി വസബഈന മില്ലത്തൻ. എന്റെ ഉമ്മത്ത്, ദീർഘമായ ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണിത്. എന്റെ ഉമ്മത്ത് 70-ൽ ചില്ലാനം, 72 എന്ന പദപ്രയോഗം പല വിശദീകരണങ്ങൾക്കും വിധേയമാണ്. 72 വിഭാഗമായി ഭിന്നിക്കും. എന്റെ ഇസ്രായേൽ സമൂഹം 72 വിഭാഗമായി ഭിന്നിച്ചു. എന്റെ ഉമ്മത്ത് വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ലത്തൻ, 73 വിഭാഗമായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒറ്റ മില്ലത്തൊഴികെ. ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ഏതാണെന്ന് അവർ ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഉള്ള വഴി എന്നാണ് അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം പ്രമാണങ്ങൾ അനുസരിക്കുന്നു എന്നല്ല. പ്രമാണം വേണം, പക്ഷെ പ്രമാണം സ്വീകരിക്കേണ്ട മാർഗം എങ്ങനെയാണ്, നബിതങ്ങൾ എങ്ങനെ കാണിച്ചു എന്നത് സ്വീകരിക്കുക. ആ പ്രമാണത്തെ നബിതങ്ങൾ എങ്ങനെ ജീവിച്ചു കാണിച്ചു എന്ന് സ്വീകരിക്കുക. ആ പ്രമാണത്തെ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചു കാണിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് ആ പ്രമാണം അത് സ്വീകരിക്കലാകുന്നത്. പ്രമാണം സ്വീകരിക്കാനുള്ള മാർഗം നബിതങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിക്കലാണ് എന്ന് മാത്രമല്ല, ഈ ബഹുമാനപ്പെട്ട അബുൽ ലൈസു സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 3-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാനവറുകളുടെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ മഹാനവറുകൾ അത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഖാല ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചു. ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ അബുൽ ലൈസു സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഈ പറയപ്പെട്ടവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന പദപ്രയോഗം ഹദീസ് അല്ലെങ്കിൽ നബിതങ്ങളുടെ ചര്യ, അഹ്ല് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവർ, അഹ്ലു സുന്ന നബിതങ്ങളുടെ ചര്യ ആൾക്കാർ, വൽ ജമാഅ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെയും ഈ താബീകളുടെയും ആ കൂട്ടായ്മ, ആ കൂട്ടായ്മയെ സ്വീകരിക്കണം. ആ കൂട്ടായ്മയെ സ്വീകരിക്കുന്നതിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അത് വിട്ടുകൊണ്ട് പ്രമാണത്തിലേക്ക് കടക്കുന്നവർ, അവരാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് വിഭാഗീയതകൾ കൊണ്ടുവന്നത്. സ്വഹാബത്തിന്റെ അതേ തുടർച്ച, ആ തുടർച്ചക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിന് പകരം പ്രമാണങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വ്യത്യസ്തമായ കൂട്ടർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലുമുള്ള വ്യത്യസ്തമായ വിഭാഗങ്ങൾ, ഇവരൊക്കെ നേരത്തെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ റൂട്ടിലില്ല എന്ന ഇമാമിങ്ങളെല്ലാം പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖ്യധാരയിലെ മുഴുവൻ ഇമാമിങ്ങളും, ആ ഇമാമിങ്ങളെല്ലാം ഇസ്ലാമിക ഈ ചര്യയുടെ, ഈ പിന്തുടർച്ചയുടെ പുറത്താണ് എന്ന് വളരെ വ്യക്തമായി
പഠിപ്പിക്കപ്പെട്ട വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളെ പിന്തുടർന്ന് ഇന്ന് നമ്മുടെ നാടുകളിലും ധാരാളം വിഭാഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റു ഭാഗങ്ങളായി നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഇതാണ്, ഇമാമിയങ്ങളെ പിന്തുടരാണ്, സ്വഹാബത്തിനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വാലിഹീങ്ങളെ പിന്തുടരലാണ് എന്നത്. അഥവാ മജ്മുഉൽ ഫതാവയിൽ ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ എന്ന് ഇബ്നു തൈമിയ്യ വ്യക്തമായി പറഞ്ഞ ഉദ്ധരണികൾ ധാരാളം കാണാം, വ്യത്യസ്ത ഇടങ്ങളിൽ കാണാം. ഈ കഴിഞ്ഞ ഉമ്മത്തിലെ മുൻഗാമികളായ ആൾക്കാരാണ്, ഇമാമിങ്ങളായ ആൾക്കാരാണ്, അവരെ പിന്തുടർന്നവരാണ്. അഥവാ സ്വഹാബത്തും സ്വഹാബത്തിനെ പിന്തുടർന്നവരുമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് എന്ന് ഇബ്നു തൈമിയ്യയുടെ മജ്മുഉൽ ഫതാവയിലും ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആശയം, അഥവാ സ്വഹാബത്തിനെയും അവരെ പിന്തുടരുന്നവരെയും അവരെ ഇമാമിയങ്ങളെയും പിന്തുടരുന്ന ആ ഒരു വിഭാഗത്തിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ, വഹാബിയത്തുള്ളവർ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, ഇതെല്ലാം വഹാബിയത്തിന്റെ ഒരു പതിപ്പുകളാണ്. മുജാഹിദ് എന്ന് വിളിക്കപ്പെടുന്നവരും ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിക്കപ്പെടുന്നതും തബ്ലീഗ് ജമാഅത്ത് എന്ന് വിളിക്കപ്പെടുന്നതെല്ലാം വഹാബിയത്തിന്റെ വ്യത്യസ്ത പകർപ്പുകളാണ്. ഈ ആശയത്തിന്റെ തലങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ മാത്രമാണ് ഈ പറയപ്പെട്ട വിഭാഗങ്ങളെല്ലാം. എന്നാൽ ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ഒരു ശൈലിക്ക് പകരം, അഥവാ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു എന്ന് നോക്കിയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം, അവരെ പിന്തുടർന്ന ഇമാമിയങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്ന് നോക്കുന്നതിന് പകരം നേരെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അവർ തന്നെ അതിന് വ്യാഖ്യാനം നൽകുകയും നേരെ പ്രമാണങ്ങൾ എടുത്ത് അവർ തന്നെ അതിന് വ്യാഖ്യാനം നൽകിയിട്ട് ഈ സ്വഹാബത്തൊക്കെ പറഞ്ഞതിനെ തള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിനുശേഷവുമായി സ്വഹാബത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്ന അവരുടെ പ്രായോഗിക ഇസ്ലാം അതിനെ തള്ളിക്കൊണ്ട് പ്രമാണങ്ങളിലേക്ക് കടക്കുന്ന സ്വഭാവം കാണിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ആദർശങ്ങൾ ഉറക്കാത്ത വിഭാഗങ്ങൾ ഉണ്ടായത്, പലപ്പോഴായി തിരുത്തി പറയേണ്ടി വരുന്ന വിഭാഗം ഉണ്ടായത്, ആദർശത്തിൽ തിരുത്തലുണ്ടായത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അഥവാ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ തുടർച്ച നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വഹാബത്ത് ചെയ്യുന്നു, സ്വഹാബത്ത് ചെയ്തു കാണിച്ചതുപോലെ ഇമാമിയങ്ങൾ പിന്തുടരുന്നു, ഇമാമിയങ്ങൾ അതിന് എന്ത് ചെയ്യുന്നു, ഒരു ക്രോഡീകരണം, അതിന്റെ പ്രമാണങ്ങളെ വിശദീകരിക്കാൻ ആവശ്യമായ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് നിയമങ്ങളായി ക്രോഡീകരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കണ്ട പകർന്നു തന്ന പ്രമാണങ്ങളെ സ്വീകരിക്കാൻ ആവശ്യമായ സർവമാന മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള അതൊരു ക്രോഡീകരണം അവർ നടത്തുന്നു. ആ ക്രോഡീകരണം നടത്തിയതിന് ശേഷം വന്ന മുഹദ്ദിസീങ്ങളും വലിയ വലിയ ഔലിയാക്കളായ മഹാന്മാർ അവരെല്ലാം ഇതിനെ പിന്തുടരും. അഥവാ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അത് ക്രോഡീകരിക്കാനും ഇജ്തിഹാദിനും ധാരാളം ഇമാമിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ക്രോഡീകരിച്ചത് ശേഷമുള്ള ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള മുഴുവൻ മുഹദ്ദിസുകളും, ഇന്ന് മുസ്ലിം ലോകത്ത് അംഗീകൃതമായി കരുതുന്ന ഹദീസുകളെ പ്രാമാണികമായി വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന മുഴുവൻ മുഹദ്ദിസീങ്ങളും ഇവരെല്ലാം 4-1 മദ്ഹബ് സ്വീകരിക്കുകയും ഈ 4-1 മദ്ഹബ് മാത്രമാണ് ശരി എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ മാർഗമാണ് ശരി. അഥവാ ഖുർആൻ നേരെ നോക്കി വിശദീകരിക്കുന്ന സമയത്ത് പിഴക്കുകയും അത് ഭിന്നതകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയത്ത് സ്വഹാബത്ത് കാണിച്ച ജീവിത രീതിയെ പിന്തുടർന്നുകൊണ്ട് ആ ഖുർആനിനെ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന മുജാഹിദുകളും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയപ്പെട്ട വിഭാഗങ്ങളെല്ലാം അവർ ഖുർആനിനെ സ്വീകരിച്ച ശൈലി ഇതാണോ? അല്ല. അവർ സ്വഹാബത്തിന്റെ അഭിപ്രായത്തെ തള്ളി ജുമഅയുടെ 2 വാങ്കുള്ള വിഷയം എത്തുന്ന സമയത്ത് അവർ പറഞ്ഞു അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതാണ്, അത് നമുക്ക് വേണ്ട. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമാണോ? ലക്ഷക്കണക്കിന് സ്വഹാബത്ത്, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ, അത് തള്ളിയിട്ട്
ഒരു പുതിയ ആദർശം കൊണ്ടുവന്നു പ്രമാണത്തിന്റെ പേരിൽ. അങ്ങനെ നിരവധി വിഷയങ്ങൾ. തറാവീഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ സ്വഹാബത്തൊക്കെ സ്വീകരിച്ചു വന്ന 20 റക്അത്ത്, ആ 20 റക്അത്തിനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജമാഅത്തിന്റെ രീതിയിൽ കൊണ്ടുവരുന്നു. അവിടുന്ന് അങ്ങോട്ട് അത് വളരെ വ്യക്തമായി 20 റക്അത്ത് തുടർന്ന് ഇന്ന് വരെ മുസ്ലിം ലോകം കൊണ്ടുവരുന്നു. അതിനെക്കുറിച്ച് റക്അത്തിന്റെ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, 8 ആണ്, 11 ആണ്, 12 ആണ്, അതുപോലെ തീരെയില്ല എന്ന് തുടങ്ങി, അല്ലെങ്കിൽ എത്രയും ആകാം തുടങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് തരം അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഈ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണെന്ന് പറഞ്ഞ് തള്ളുന്നു. ഇത് ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലെല്ലാം കാണാം. ഈ പൊതുവിൽ ഏറിയും കുറഞ്ഞും ഈ വിഷയം ഈ പറയപ്പെട്ട പുതിയ വിഭാഗങ്ങളിലെല്ലാം പൊതുവിൽ ഇത് കാണാം. ഈ സ്വഹാബത്തിനെ തള്ളിയിട്ട് പ്രമാണങ്ങളിലേക്ക് കടക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ ഈ ശൈലി അല്ല ശരി. അതേ സമയത്ത് ഈ നേരത്തെ സ്വഹാബത്തിനെ പിന്തുടർന്ന് ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ സ്വീകരിക്കുന്ന രീതി, അതാണ് ശരി. ആ മദ്ഹബിന്റെ ആ ഒരു ശൈലിയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഇതിനെല്ലാം വിത്തുപാകിയത് ആരാണ്? അതായത് ബഹുമാനപ്പെട്ട സുബുക്കി, ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫാഉസ് സഖാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. ഞാനതിന്റെ ഉദ്ധരണി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ശിഫാഉസ് സഖാമിന്റെ ഉദ്ധരണി നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം. ഫി തവസ്സുലി വൽ ഇസ്തിഗാസത്തി വത്തശഫഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വത്തശഫഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. നീ മനസ്സിലാക്കേണ്ടത് അനുവദനീയമാണ് എന്ന് മാത്രമല്ല, ഒരു നല്ല ചര്യയാണ് തവസ്സുലാക്കുക, ഇസ്തിഗാസ ചെയ്യുക, ശുപാർശ തേടുക എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശുപാർശ ചെയ്യുക എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ജവാസു ദാലിക വ ഹുസ്നുഹു, അത് അനുവദനീയമാണ് എന്ന് പറയുന്നത് മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ, മതമറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവിഷയമാണ്. അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയ മുർസലുകളുടെ ഒക്കെ ജീവിതത്തിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നതാണ്. വസിയരിസ് സലഫിസ് സ്വാലിഹീൻ, സലഫുസ് സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് താബിഈകളുടെ ജീവിതത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രമാണങ്ങൾ ധാരാളം കാണാം. വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, പണ്ഡിതന്മാരും അവരെ പിന്തുടരുന്ന സാധാരണക്കാർ വരെ അവർക്കെല്ലാം ഇത് അറിയപ്പെടുന്നതാണ്, അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നൊരു വിഷയമാണ്. വലം യുൻകിർ അഹദുൻ ദാലിക മിനൽ ഈമാൻ മിനൽ അഹ്ലിൽ അദിയാൻ, മതമറിയാവുന്നവരാരും ഇതിനെ നിഷേധിച്ചത് കാണൂല. വലാ സുമിഅ ബിഹി ഫീ സമനിൽ മിനൽ അസ്മാൻ, ഒരു കാലത്തും ഇതിനെ വിമർശിച്ച ഒരു വിവരം കേട്ടിട്ടില്ല. ഹത്താ ജാഅ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ വരുന്നത് വരെ. ഫതകല്ലമ ബിദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അൽ-ളഅഫ ഇല്ലല്ലാഹ്, അതിനുശേഷമാണ് അദ്ദേഹം കുറെ വാദഗതികൾ കൊണ്ടുവരികയും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് അഭിപ്രായമില്ലാതെ തുടരുന്ന ഈ ഒരു ശൈലി, അഥവാ ഇമാമിയങ്ങളെ സ്വീകരിക്കുന്ന ശൈലി, മഹാന്മാരെ സ്വീകരിക്കുന്ന ശൈലി, അത് അവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയതാണ് എന്ന് മാത്രമല്ല, ഈ തവസ്സുൽ ഇസ്തിഗാസയുടെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയം പിഴച്ചവാദം ഉന്നയിക്കലും അതുപോലെ മുശ്രിക്കാക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് ഈ വിഷയത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് തഫ്സീറുർ റാസിയുടെ ഒരു ഉദ്ധരണി സ്ക്രീനിൽ കാണിക്കാം. അതിന്റെ ഒരു പേജ് കാണിക്കാം. 20 സൂറത്തുൽ കഹ്ഫിന്റെ ഭാഗം വിശദീകരിക്കുന്ന 21-ാം വാള്യം 88-ാമത്തെ പേജ്. ആ 88-ാമത്തെ പേജിൽ വിശദമായി വിശദീകരിച്ചതിന് ശേഷം അമ്മൽ ആസാറു فلنبدأ بما نقل أنه ظهر عن الخلفاء الراشدين من الكرامات, ഖുലഫാഉർ റാഷിദുകളിൽ നിന്ന് വ്യക്തമായ കറാമത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറയാണ്. സുമ്മ ബിമാ ളഹറ അനി സ്വഹാബ, ഇന്ന സ്വഹാബത്തിൻ്റെതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫമിൻ കറാമാതിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽപ്പെട്ടതാണ് അന്നഹു ലമ്മാ ഹുമിലത്ത് ജനാസത്തുഹു ഇലാ ബാബി ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ടവരുടെ ജനാസ നബിതങ്ങളുടെ റൗദ ഷരീഫിന്റെ ഖബർ ഷരീഫിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെച്ചപ്പോ വനൂദിയ, എന്നിട്ട് വിളിച്ചു പറഞ്ഞ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അദാ അബൂബക്രിൻ ബിൽ ബാബ്, ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങയുടെ വാതിൽക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് സ്വഹാബത്ത് പറയാൻ. ഫഇദൻ അൽ ബാബു ഖദ് ഇൻഫതഹ്, വാതിൽ സ്വയമേവ തുറന്നു.
വൈദം ബിഹാത്തിഫിൻ യഹ്തിഫു മിനൽ ഖബർ, ഖബറിൽ നിന്ന് ഒരു അശരീരി വരുന്നു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നബിതങ്ങളുടെ പ്രിയപ്പെട്ട അബൂബക്കറിന് പ്രിയപ്പെട്ട നബിതങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് ചേർത്തു വെക്കൂ എന്ന് പരസ്യമായി വിളിച്ചു പറയപ്പെടുന്ന കറാമത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സംഭവിക്കുന്നു. അപ്പോ ഈ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത്, അതുപോലെ ഇമാമിങ്ങളുടെ കാലത്ത് തുടർന്നു വന്ന ഇസ്ലാമിന്റെ ഈ തുടർച്ചാ രീതി, അത് സ്വീകരിക്കുക എന്നതാണ് ശരിയായ ഇസ്ലാമിന്റെ റൂട്ട്. ആ ശരിയായ ഇസ്ലാമിന്റെ റൂട്ട് അങ്ങനെ തുടർന്നു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ പ്രമാണങ്ങളെയെല്ലാം പ്രമാണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വിശദീകരിക്കണം എന്നതിനെ ക്രോഡീകരിക്കുന്നു. ഈ ക്രോഡീകരണം വളരെ നന്നായിട്ട് നടക്കുന്നു. ആ നടന്ന് ധാരാളം ക്രോഡീകരണങ്ങൾ നടന്നപ്പോ അത് അവസാനം 4 ഇമാമിയങ്ങളുടെ ക്രോഡീകരണത്തിന് ശേഷമുള്ള എല്ലാവരും സ്വീകരിക്കുന്നു. ബാക്കിയുള്ളതിനെ എല്ലാം ഈ 4-ൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് എല്ലാവരും അതിനെ അംഗീകരിക്കും. ഇതിനെ ലോക മുസ്ലിമീങ്ങളെല്ലാം, ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമിയങ്ങളും ഇത് സ്വീകരിക്കുന്നു. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിൽ ഈ വിഷയം വ്യക്തമായി പരാമർശിക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ ഈ വിഷയം നന്നായി പഠനം നടത്തിയ വലിയ മഹാനാണ് ഈ വിഷയം രേഖപ്പെടുത്തുന്നത്. ومدعي الاجتهاد لهذا العهد مردود منكوس على عقبه مهجور تقليده. ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയാണ്, അതിനുശേഷം ഇജ്തിഹാദ് വാദിച്ചു വരുന്നവരെ തള്ളേണ്ടതാണ്, അവരെ സ്വീകരിക്കാൻ പറ്റില്ല. വഖദ് സ്വാറ അഹ്ലുൽ ഇസ്ലാമി അൽ യൗം, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം അലാ തഖ്ലീദി ഹഉലാഇൽ അഇമ്മത്തിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ സ്വീകരിക്കുക എന്നതിൽ ഏകോപിച്ചിരിക്കുന്നു. എല്ലാ മുസ്ലിം ലോകവും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്, ഒരേ ഇതിൽ നിൽക്കുന്നു എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ശൈലി വിട്ടിട്ട് അതിനുശേഷവും പിഴവ് കൊണ്ടുവരുന്ന ശൈലി വന്നത് സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു എന്നത് നോക്കാതെ, അതിൽ ഇമാമിയങ്ങൾ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചതെന്ന് നോക്കാതെ നേരെ പ്രമാണങ്ങളിൽ കടന്നിട്ട് ഇവരെയൊക്കെ തള്ളുക, ഇവരെയൊക്കെ പുറത്തേക്ക് പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുക, ഈ ശൈലി സ്വീകരിച്ചവരാണ് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്, അത് പ്രമാണബദ്ധമാണ്. അതിനെ സ്വീകരിക്കാനുള്ള രീതി അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇതിനെ എങ്ങനെ സ്വീകരിച്ചു, അഥവാ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു, ഇമാമിയങ്ങൾ, സ്വഹാബത്തിനെ പിന്തുടർന്ന താബീയങ്ങളായ ഇമാമിയങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, അവര് സ്വീകരിച്ചതുപോലെ വേണം സ്വീകരിക്കാൻ. കാരണം അല്ലെങ്കിൽ നമുക്ക് നാം സ്വീകരിക്കുന്ന ഖുർആനാണെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രമാണമാകാനും കഴിയില്ല. കാരണം എഴുതി വെക്കൽ ആർക്കും എന്ത് എഴുതി വെച്ചൂടെ. അപ്പോ അത് പ്രമാണമാകുന്നത് എപ്പോഴാണ്? വളരെ വ്യക്തമായി സ്വീകാര്യരായ വ്യക്തിശുദ്ധിയുള്ള, ജീവിത വിശുദ്ധിയുള്ള മഹാന്മാർ, ആ മഹാന്മാർ തുടർച്ചയായി കൈമാറി വരുന്നത് കൊണ്ടാണ് ആ പ്രമാണമായി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണം സ്വീകരിക്കുന്ന സമയത്ത് ആ പ്രമാണം കൊണ്ടുവന്നവരെ കൂടെ സ്വീകരിക്കാൻ പറ്റിയാൽ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ, അത് സ്വീകാര്യമാകുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നാം പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിച്ചു വരുന്ന സമയത്ത് ഇസ്ലാമിന്റെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നികൾ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിന്റെ തുടർച്ചക്കാർ മാത്രമാണ്. അതേ സമയത്ത് പല വാദഗതികൾ ഉന്നയിച്ച് സ്വഹാബത്തിനെ തള്ളിയിട്ട് ജുമയുടെ 2 വാങ്ങിന്റെ വിഷയത്തിൽ, ജുമ ഖുതുബയുടെ ഭാഷയുടെ വിഷയത്തിൽ, അതുപോലെ സ്ത്രീകളുടെ പള്ളിയിലേക്കുള്ള പൊതുവായ ജമാഅത്ത് ജുമയ്ക്ക് വേണ്ടിയുള്ള രംഗിപ്രവേശത്തിന്റെ വിഷയത്തിൽ, തറാവീഹിന്റെ റക്അത്തുകളുടെ വിഷയത്തിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ സ്വഹാബത്ത് കാണിച്ച ശൈലി, തബഉ താബീയങ്ങൾ സ്വീകരിച്ച ശൈലി, അത് തള്ളിയിട്ട് പ്രമാണം പരതുകയും പ്രമാണത്തിലേക്ക് കടന്നുരുളുകയും ചെയ്യുന്ന അയോഗ്യരായ വ്യക്തികൾ, അവര് രൂപപ്പെടുത്തിയ ഈ സംഘടനാ രൂപങ്ങൾ, അല്ലെങ്കിൽ ഈ ആൾക്കൂട്ട രൂപങ്ങൾ, അല്ലെങ്കിൽ ഈ ആദർശക്കൂട്ടങ്ങൾ, അത് തെറ്റാണ്, അത് പിഴവാണ്. അത് ഈ സമൂഹത്തിന് തീർക്കുന്ന നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും പട്ടിക വളരെ വലുതാണ്. ഇത് നാം ഉൾക്കൊള്ളൽ വളരെ നിർബന്ധമായൊരു വിഷയമാണ്. മുബ്തദികൾ എന്നാണ്
ഈ വിഷയത്തിൽ അഥവാ ഈ ഒരു ചര്യ വിട്ട് പുതിയ ചര്യ കൊണ്ടുവരുന്നവർക്ക് പറയേണ്ടത് മുബ്തദീകൾ എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ 10-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. മുബ്തദീകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്നത്തി മിമ്മാ കാന അലൈഹി നബിയ്യു വഅസ്ഹാബുഹു വമൻ ബഅദഹും വൽ മുറാദു ബിഹി ഫിൽ അസ്മിനത്തിൽ മുതഅഖിറത്തി ഇമാമാഹ അബുൽ ഹസനുൽ അശ്അരി വ അബൂ മൻസൂറുൽ മാതുരിദി വ അത്ബഅഹുമാ. തുഹ്ഫയുടെ ഉദ്ധരണി ഞാൻ കാണിച്ചു തരാം. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 10-ാമത്തെ വാള്യം 235-ാമത്തെ പേജ്. കുല്ലു മുബ്തദിഇൻ ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്നത്തി മിമ്മാ കാന അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖായിദകളിൽ, വിശ്വാസങ്ങളിൽ അഹ്ലുസുന്നയോട് എതിരായവരാണ്. മിമ്മാ കാന അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഅസ്ഹാബുഹു സ്വഹാബത്തും വമൻ ബഅദഹും ശേഷമുള്ളവരും അവര് പിന്തുടർന്ന രീതി അതിനെതിരായവരാണ്. അഥവാ തവസ്സുല്, ഇസ്തിഗാസ തുടങ്ങിയ, ശഫാഅത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ, അതുപോലെ ജുമയുടെ വാങ്കായാലും അതുപോലെ തറാവീഹിന്റെ റക്അത്തായാലും ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ളവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം സ്വഹാബത്ത് ശരിയല്ല, സ്വഹാബത്തിൻ്റെത് നമുക്ക് സ്വീകാര്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് ആകമാനം തറാവീഹിനെ 20 റക്അത്തായിട്ട് അംഗീകരിക്കുന്നു. അവരതിനെ തള്ളുന്നു. അത് മനസ്സിലായതിനു ശേഷം അവർ തള്ളുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതിനു മുമ്പൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് നടന്നതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു രൂപം ഉറപ്പിക്കുന്നു. ആ രൂപം ഉറപ്പിച്ച് അത് പ്രമാണബദ്ധമായി സ്ഥിരപ്പെടുന്നു. അതാണ് ജുമഅയുടെ 2 വാങ്കോടുകൂടെയുള്ള ജുമഅ. ആ ജുമഅയെ, അതിന്റെ 2 വാങ്കോടുകൂടെയുള്ള ജുമഅയെ അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും സ്വഹാബത്തിന്റെ ലോകവും സ്വീകരിച്ച ആ ശൈലിയെ അവരതോടെ അവജ്ഞയോടെ തള്ളുന്നു. അപ്പൊ സ്വഹാബത്തിന് എതിരെ പ്രവർത്തിക്കുന്നു. അവർ അങ്ങനെയുള്ളവരാണ്. വമൻ ബഅദഹും വൽ മുറാദു ബിഹിം ഫിൽ അസ്മിനത്തി. ഇവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ, ഈ പിൻകാലഘട്ടത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരെ പിന്തുടരുന്നവരാണ്? വൽ മുറാദു ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറത്തി ഇമാമൻ അബുൽ ഹസനുൽ അശ്അരി വ അബൂ മൻസൂറുൽ മാതുരിദി വ അത്ബഅഹുമാ. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അബൂ മൻസൂറുൽ മാതുരിദി റളിയല്ലാഹു അൻഹുമാണ് അതിന്റെ പിന്തുടർച്ചക്കാരായി അതിനുശേഷം വന്നവരുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് നാം സ്വീകരിക്കേണ്ട മാർഗം. സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈകൾ അവര് സ്വീകരിച്ച, ഇമാമിയങ്ങൾ സ്വീകരിച്ച ശൈലി, അത് വേണം നാം സ്വീകരിക്കാൻ. ആ വഴിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപകടമാണ്, അത് കൂടുതൽ പിഴവാണ്. ആ പിഴവിലേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമുക്ക് മനസ്സിലാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായി ഓരോ വിഷയങ്ങളും അഥവാ പ്രമാണബദ്ധമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ മനസ്സിലാക്കേണ്ടതാണ് സ്വഹാബത്ത് സ്വീകരിച്ച ശൈലിയുടെ എതിര് പ്രവർത്തിക്കുന്നതിൽ എന്തൊക്കെ വരും. അപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ തവസ്സുൽ, ഇസ്തിഗാസ, അതുപോലെ പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സാ രീതികൾ, മന്ത്രം, ഉറുക്ക്, പിഞ്ഞാണം എഴുത്ത് തുടങ്ങിയ ചികിത്സാ രീതികളുടെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സ്വഹാബത്തിൽ മുതലേ പിന്തുടർന്ന ശൈലികൾ. ജുമഅയുടെ ഖുതുബ, നിസ്കാരങ്ങളിൽ വളരെ പ്രധാനമാണ് ജുമഅ. ആ ജുമഅയുടെ ഖുതുബയുടെ വിഷയത്തിൽ അതിന്റെ ഭാഷയെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന് എതിരാവുക. കാരണം തഫ്സീറുൽ മനാനിൽ വഹാബിസമുള്ളവർ തന്നെ വളരെ സ്വീകാര്യമായി കരുതുന്ന റഷീദ് റിളയുടെ മജല്ലത്തുൽ മനാറിൽ, തഫ്സീറുൽ മനാറിൽ വളരെ വ്യക്തമായി അദ്ദേഹം പരാമർശിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇമാമിങ്ങളും പിന്തുടർന്ന രീതി പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെ ജുമഅ ഖുതുബയിൽ അറബി ഭാഷ, അറബി നാടുകളിലും അനറബി നാടുകളിലും ജുമഅയുടെ ഖുതുബ അറബി ഭാഷയാണ്.
അത് ആദ്യമായി ലോകത്ത് അതിനാദ്യമായി എതിര് പ്രവർത്തിച്ചത് തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ആളാണ് എന്ന് തഫ്സീറുൽ മനാറിൽ, മജല്ലത്തുൽ മനാറിലെ ഉദ്ധരണി കാണാം. അങ്ങനെ തുടങ്ങി കെ മൗലവി ഉൾപ്പെടെയുള്ള അത്തരം മുൻകാല വഹാബിസത്തിലെ കേരള മുജാഹിദുകളിലെ നേതാക്കളിൽ പലരും ഈ വിഷയം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം. ഇൻഷാ അല്ലാഹ് ആ വിഷയം മാത്രം പരാമർശിക്കുന്ന സമയത്ത് നമുക്ക് അത്തരം പ്രമാണങ്ങൾ ആവശ്യാനുസരണം നമുക്ക് ഉദ്ധരിക്കാം. അപ്പോ ഈ ജുമയുടെ ഖുത്ബയുടെ വിഷയം, ജുമ ജമാഅത്ത് ഉൾപ്പെടെയുള്ളതിൽ സ്ത്രീകളെ കൊണ്ടുവരുന്ന വിഷയം, ലോകത്ത് മുസ്ലിം സമുദായത്തിൽ ഒരിക്കലും പുരുഷന്മാരെ പോലെ നിർബന്ധ ബാധ്യതയാണ്, പുണ്യമാണ്, നിർബന്ധ ബാധ്യതയാണ് ജുമായും ജമാഅത്തും എന്ന് പഠിപ്പിക്കുന്ന ഒരു ആദർശം ലോകത്ത് മുസ്ലിം ലോകത്ത് എവിടെയും ഇല്ല. ഗൾഫ് സലഫിസോ മുജാഹിദ് പ്രസ്ഥാനം ഗൾഫ് സലഫിസോ എന്ന വിഷയം വിശദീകരിക്കുന്ന MI മുഹമ്മദ് അലി സുല്ലമിയുടെ പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നത് കാണാം. ലോകത്തൊരിടത്തും ഇല്ലാത്ത വാദങ്ങളാണ് കേരള മുജാഹിദുകൾ അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നത് കാണാം. അപ്പോ സ്ത്രീകളുടെ രംഗപ്രവേശത്തിന് പള്ളി പൊതുവിൽ നടക്കുന്ന ജുമാ ജമാഅത്ത് പോലെയുള്ള കാര്യങ്ങളിൽ അവർ വേണം, അവർക്കത് പുണ്യമാണ് എന്ന ആശയം ചിലപ്പോൾ നിർബന്ധമാണെന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പുണ്യമാണെന്ന് പഠിപ്പിക്കുക, അങ്ങനെ വ്യത്യസ്ത ആശയം പഠിപ്പിക്കപ്പെട്ടത് കാണാം. അപ്പൊ ഈ ആശയം മുസ്ലിം ലോകത്ത് എവിടെയും കാണില്ല, പ്രമാണങ്ങളിൽ എവിടെയും കാണില്ല. സ്വഹാബത്തിന് അങ്ങനെ ഒരു ആദർശമില്ല, താബീങ്ങൾക്ക് അങ്ങനെ ഒരു ആദർശമില്ല. ഇന്ന് പോലും കേരളത്തിന് പുറത്തുള്ള മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു ആദർശമില്ല. അവർക്ക് പുരുഷന്മാരെ പോലെ പുണ്യമാണ്, പുരുഷന്മാരെ പോലെ പൊതുവായിട്ട് നടക്കുന്ന ജമാഅത്തിൽ പുണ്യമാണ് എന്നൊരു വാദം ഇല്ല. അത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശൈലി ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് ഈ ഒരു സ്വഹാബത്തിനെ തള്ളിയിട്ട് അതുപോലെ സ്വാലിഹ്യങ്ങളെ തള്ളിയിട്ട് പ്രമാണം സ്വീകരിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ്. ഇവിടെ എല്ലാ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. അഥവാ ഇസ്തിഗാത്ത സ്വഹാബത്തിന്റെ ശൈലിയാണ്, അതുപോലെ താബീങ്ങളുടെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതലേ അവർ പിന്തുടർന്നു വന്ന ശൈലിയാണ് ഇസ്തിഗാസ തവസ്സുൽ എന്ന് പറയുന്നത്. അതൊരു ബഹുമാനമാണ്, അതൊരു സ്നേഹപ്രകടനമാണ്. ഈ ബഹുമാന പ്രകടനവും സ്നേഹപ്രകടനവും അതിനെ വിമർശിക്കുകയും അത് ഇസ്ലാമിന്റെ പുറത്താണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് ഇബ്നു തൈമിയ്യയുടെ ശേഷമാണ്. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു വാദഗതി മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഈ ശൈലി പിന്തുടർന്നവരാണ്. ഞാൻ നേരത്തെ ഉദ്ധരിച്ചത് കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് സുദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നപ്പോ അവർ നബി തങ്ങളോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു ആവശ്യങ്ങൾ പറയുന്നു. സുദീഖ് റളിയല്ലാഹുവിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ അവരെ ശരീരി കേൾക്കുന്നവരത് സ്വീകരിക്കുന്നു. അതുപോലെ അൽ ബിദായത്തു വന്നിഹായയിൽ, മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ ഒക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം, ഒരു സംഭവം കാണാം. മാലിക് ദാർ എന്ന് പറയുന്ന സ്വഹാബി വര്യൻ, ആ സ്വഹാബി വര്യൻ വളരെ ക്ഷാമമുണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവിടെ വെച്ച് വളരെ പ്രയാസത്തോടെ പറയുന്നു, യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറയുന്നു. നബിയെ, ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങുമായി തേടിത്തരണം. ഖബർ ഷരീഫിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അള്ളാഹുവിന്റെ കേവലം അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസം ഉറപ്പുള്ള മുസ്ലിമീങ്ങൾ അവിടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുന്നില്ല. കാരണം ഇവിടെ ഒരു കാര്യവും ആത്യന്തികമായി ചെയ്യുന്നവൻ സൃഷ്ടാവായി, വാജിബുൽ വുജൂദായി, ആരാധനക്കർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തിന്റെ പേരിൽ മഹാന്മാരോടുള്ള ഒരു ആദരപ്രകടനം, മഹാന്മാരോടുള്ള ഒരു സ്നേഹപ്രകടനമായി അവർ മഹാന്മാരോട് പറയുന്നത് സ്വഹാബത്തിന്റെ ശൈലിയാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അതിനുശേഷം, ആ വിഷയം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, ഇതാ നിങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, മഴ കിട്ടും എന്ന് പറയണം, ഭരണത്തിൽ ഒന്നുകൂടി ലഘുവാക്കാൻ പറയണം എന്ന് നിർദ്ദേശം വരുന്നു. ആ മനുഷ്യൻ അങ്ങനെ ചെന്ന് ഉണർവിൽ ചെന്ന് ഉമർ റളിയല്ലാഹുവിനെ ചെന്ന് കണ്ടിട്ടുണ്ടായ വിവരങ്ങൾ പറയുന്നു. ഉമർ റളിയല്ലാഹു ഒരിക്കലും നിങ്ങൾ ചെയ്തത് ശരിയല്ല, നമ്മുടെ ശൈലിയല്ല എന്ന് പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് സുദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആദ്യമായി നബി തങ്ങളെ അഭിമുഖീകരിച്ച്
ഇതേപോലെ പറയുന്നത് കാണാം. ഉദ്കുർന ഇൻദല്ലാഹ് എന്ന അർത്ഥത്തിൽ സുദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾ ഓർക്കണേ, ഞങ്ങളെയും കൂടെ അവിടെ ഓർക്കണേ എന്ന് പറയുന്നത് കാണാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ശൈലി മുസ്ലിം ഉമ്മത്തിന്റെ സ്വഹാബത്തിന്റെ ശൈലിയാണ്, താബിഈകളുടെ ശൈലിയാണ്. മുസ്ലിം ലോകത്ത് ദീൻ അറിയുന്ന മഹാന്മാരുടെ രീതിയാണ്. ആ രീതി തവസ്സുലിന്റെ വിഷയത്തിൽ, ഇസ്തിഗാസയുടെ വിഷയത്തിൽ ആദ്യമായി അപവാദം ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബറക്കത്തെടുക്കുന്ന രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ അത് ബറക്കത്തിനു വേണ്ടി, രോഗശമനത്തിനു വേണ്ടി ഉപയോഗിച്ചത് സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ ശറഹ് മുസ്ലിമില് അതിന്റെ പ്രമാണത്തെ വിശദീകരണം ചെയ്തുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ പരാമർശിക്കുന്നത് കാണാം. മുസ്ലിം ലോകത്തെ മുഴുവൻ ഇമാമിയങ്ങളും ഈ വിഷയം അംഗീകരിക്കുന്നു. അതുപോലെ ഉർക്ക് ഏലസിന്റെ വിഷയങ്ങൾ, പിഞ്ഞാണമെഴുത്തിന്റെ വിഷയം, ഖുതുബയുടെ ഭാഷയുടെ വിഷയം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും മുസ്ലിം ലോകത്തെ ഈ പിന്തുടർച്ച ഏതാണ്? സ്വഹാബത്തിനോടുള്ള, താബിഈങ്ങളോടുള്ള പിന്തുടർച്ച ഏതാണ്? അത് സുന്നി എന്ന് വിളിക്കപ്പെടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അവരെ തള്ളിക്കൊണ്ട് ഈ വാദത്തിലൊക്കെ ഒരുപാട് പുറം വാദഗതികൾ ഉന്നയിക്കുകയും അതിന്റെ പേരിൽ മുസ്ലിം ലോകത്ത് കലഹങ്ങൾ ഉണ്ടാക്കുകയും തർക്കങ്ങൾ ഉണ്ടാക്കുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തവരാണ് ഇവിടെയുള്ള ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ. ഇത് മനസ്സിലാക്കുകയും അതിന്റെ യാഥാർത്ഥ്യത്തെ പിന്തുടരുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട വിഷയമാണ്. ഇതിൽ നമ്മൾ ഒരു ഉദാസീനത കാണിക്കുകയാണെങ്കിൽ, അലംഭാവം കാണിക്കുകയാണെങ്കിൽ, ഇതിൽ അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നൊരു ശൈലി സ്വീകരിച്ചാൽ അവിടെ നശിക്കാൻ പോകുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയാർന്ന പിന്തുടർച്ചയാണ്. അതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കപ്പെടാൻ പറ്റുന്നതല്ല. ശരി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പിന്തുടർച്ച മാത്രമാണ്. ശരിയായ നബിതങ്ങൾ പഠിപ്പിച്ച ശരിയായ രീതി, സ്വഹാബത്ത് പഠിപ്പിച്ച ശരിയായ രീതി, ഇമാമിയങ്ങൾ പഠിപ്പിച്ച ശരിയായ രീതി, അതിന്റെ തുടർച്ച, അതിന് പറയുന്ന ഒരു പ്രയോഗമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അതേസമയത്ത് പ്രമാണത്തെ, മഹാന്മാരെ തള്ളിയിട്ട് പിന്തുടരാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ രൂപപ്പെടും. അവരിവിടെ കലഹങ്ങൾ ഉണ്ടാക്കും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വിഭാഗീയതകൾ ഉണ്ടാക്കും, ഭിന്നതയുണ്ടാക്കും. ഭിന്നതയുണ്ടാക്കുന്ന സമയത്ത് ശക്തി ക്ഷയിക്കുന്ന അവസരം ഉണ്ടാകും, ശക്തി ക്ഷയിച്ചു പോകുന്ന അവസരം ഉണ്ടാകും, പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകും, അതുപോലെ വിദ്വേഷമുണ്ടാകും, വൈരാഗ്യമുണ്ടാകും, ചീത്തവിളികൾ ഉണ്ടാകും. പരസ്പരം എങ്ങനെയുണ്ട് ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ എന്ന ചിന്ത രൂപപ്പെടാനുള്ള പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു വഴിയാണത്. അതൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ സ്വീകാര്യമല്ല. നാം ആ സ്വഹാബത്ത് കൊണ്ടുവന്ന് തുടർച്ചയെ പിന്തുടരുകയാണ് വേണ്ടത്. അള്ളാഹു നമുക്കത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.